ജീവന്റെ ജീവൻ ആകാശത്ത് പറന്ന തവള. അച്ഛാ, അച്ഛാ, നീ ഒരിക്കലും ചെറിയ കൈകളും കാലുകളും ഉള്ള ഒരു തവളക്കുഞ്ഞിനെ കണ്ടിട്ടുണ്ടോ? അത് ഉടനെ തവളയാവാനിരിക്കുന്നു. വാഹ്, ഞാനും അത് കാണാനാഗ്രഹിക്കുന്നു. അതിനു പേരാണ് മാറ്റം. തപേണ പപകൈവ. ഓഹോ, മാറ്റം. പക്ഷേ അച്ഛാ, തവളകളെ പാമ്പുകളും പക്ഷികളും തിന്നും അല്ലേ? അത്ര ദുഃഖം. അതെ, അതു ശരിയാണ്. പക്ഷേ തവളകളും പുല്ലുതലിയന്മാരെയും പുഴുക്കളെയും തിന്നും ജീവിക്കാൻ. ഇത് ജീവന്റെ ജീവൻ എന്നതിന്റെ നിയമങ്ങളിലൊന്നാണ്. ജീവന്റെ ജീവൻ. അതെന്താണ് അച്ഛാ? പറയൂ. ഹുംവി. നീ കുറച്ചു വലുതായാൽ ഞാൻ പറയും. ഷിൻ. ഇല്ല. ഇപ്പോൾ തന്നെ പറയണം. ദയവായി അച്ഛാ. നിനക്ക് ധാതാപമ അറിയണോ? അതെ. എനിക്ക് അറിയണം. ശരി, എന്നാൽ ശ്രദ്ധിച്ചു കേൾക്കൂ. അങ്ങനെ അച്ഛൻ ഒരു കഥ തുടങ്ങുന്നു. തന്റെ അപ്പുപ്പൻ ഏറെക്കാലം മുമ്പ് പറഞ്ഞ കഥ. ആകാശത്ത് പറന്ന തവളയുടെ കഥ. ഇത് ഗ്രാമത്തിലെ പ്രകൃതിസുന്ദരമായ പ്രദേശം. പല മൃഗങ്ങളും ഇവിടെ ജീവിക്കുന്നു. നിറഞ്ഞ ചന്ദ്രനിശയിൽ നെല്ല് നട്ടശേഷം തവളകൾ അവരുടെ വലിയ സംഗീതവിരുന്ന് ആരംഭിച്ചു. കാക്കോ, കാക്കോ, നമുക്ക് ചന്ദ്രപ്രകാശത്തിൽ നടക്കാം. കാക്കോ. ഗെക്കോ, ഗെക്കോ, നിന്റെ പുഞ്ചിരി എനിക്ക് ഇഷ്ടമാണ്. ഗെക്കോ. കെറോ, കെറോ, ദയവായി എന്നെ വിവാഹം കഴിക്കൂ. കെറോയോൻ. അത് തവളകളുടെ വലിയ പ്രണയഗാന മത്സരമായിരുന്നു. എത്ര നേരം തുടരും എന്നറിയില്ല. വേനൽ കഴിഞ്ഞു. കൃഷിത്തോട്ടങ്ങൾ ശ്യാമമായ ശരക്കാലം എത്തി. ചെറിയ ഒരു തവളക്കുഞ്ഞായിരുന്ന പ്യോണ്ട ഇപ്പോൾ ഒരു ശക്തനായ തവളയായി വളർന്നു. അവൻ എല്ലാ ദിവസവും ഭക്ഷണം അന്വേഷിക്കുകയായിരുന്നു. ഇന്ന് അവൻ ഒരു പുല്ലുതലിയൻ, ഒരു കൂനാൻ, അതിനൊപ്പം ഒരു ചൂളപ്പുരുവിനെയും പിടിച്ചു. പക്ഷേ ഒരു ദിവസം ആഹ്, ഒരു വലുതായ പാമ്പ് അവനെ നോക്കി നിന്നു. പ്യോണ്ടായുടെ ശരീരം പേടിയിൽ മുറുകി. മരണഭീതിയുള്ള ആ നിമിഷം. ഇല്ല, ഇനി എനിക്ക് രക്ഷയില്ല. ഞാൻ തിന്നപ്പെടും. അവൻ കണ്ണുകൾ അടച്ചു. പാമ്പ് കടിക്കാൻ കാത്തിരുന്നു. പക്ഷേ അപ്പോൾ ഫ്ലാപ്പ്, ഫ്ലാപ്പ്, ഫ്ലാപ്പ്. ഒരു ശക്തമായ കാറ്റ് വീശി. പ്യോണ്ട പുല്ലിലേക്ക് പറന്നു വീണു. അവൻ മന്ദഗതിയിൽ ആകാശത്തേക്ക് നോക്കി. അവിടെ ഒരു വലുതായ പക്ഷി അതിന്റെ നഖങ്ങളിൽ പാമ്പിനെ പിടിച്ചു പറന്നു പോവുകയാണ്. വാ! പ്യോണ്ട അത്ഭുതത്തിൽ വിളിച്ചു. അവൻക്ക് നേരം കൊണ്ട് പോലും നിൽക്കാൻ കഴിഞ്ഞില്ല. ശരക്കാലം തണുത്തു തുടങ്ങി. വേഗത്തിൽ ശീതകാല കാറ്റുകൾ വീശി. ഹേ പ്യോണ്ട, ശീതകാലത്തിന് തയ്യാറാകാനുള്ള സമയമാണ്. തയ്യാറാകുക. അതെന്താണ് അച്ഛാ? നമുക്ക് മണ്ണിനടിയിൽ ഉറങ്ങണം, വസന്തം തിരിച്ചുവരുന്നതുവരെ. അതിനു പേരാണ് ശീതനിദ്ര. അവാവാധമേവാഹ. ഇത് പ്യോണ്ടായുടെ ആദ്യത്തെ ശീതനിദ്രയായിരുന്നു. അച്ഛാ, എനിക്ക് ഒരു ചോദ്യം. എന്താണ് അത് പ്യോണ്ട? പറയൂ. പ്യോണ്ട തന്റെ പാമ്പിനോട് നേരിട്ട അനുഭവം പറഞ്ഞു. പിന്നെ ചോദിച്ചു, ഞാൻ ഒരു ദിവസം പാമ്പിന്റെ ആഹാരമാകുമോ? ഞാൻ എന്തിനാണ് ജനിച്ചത്? ദയവായി പറയൂ അച്ഛാ. ഹുംവി. അതൊരു വലിയ ചോദ്യം. ഇപ്പോൾ അത് നിനക്ക് അല്പം ബുദ്ധിമുട്ടായിരിക്കും. എന്നാൽ എനിക്ക് അറിയണം. ഇപ്പോൾ തന്നെ പറയൂ അച്ഛാ. ശരി. വളരെ ശ്രദ്ധിച്ച് കേൾക്കൂ. അച്ഛാ എന്തു പറയുമെന്നത്. അത് അടുത്ത തവണ വെളിപ്പെടും. കാത്തിരിക്കൂ. ശരി, നിങ്ങൾ എല്ലാവരും മനുഷ്യരായി ജീവൻ ലഭിച്ചു. മനുഷ്യരെ തവളകളെ പോലെ തിന്നുകയില്ല. അതെങ്കിൽ നാം എന്തിനാണ് ജനിച്ചത്? ദയവായി നിങ്ങളുടെ ചിന്തകൾ അഭിപ്രായങ്ങളിൽ പങ്കിടൂ.